കളിചിരിയും കുസൃതിയുമൊന്നും മാറാത്ത ഈ മിടുക്കനാണ് ഗൂഗിൾ കമ്പനിയിലേക്ക് ക്യാമ്പസ് സെലക്ഷനിലൂടെ വിജയം നേടിയ കോളേജ് കുമാരൻ. മീശമുളയ്ക്കും മുമ്പേ പ്രതിമാസം 6 ലക്ഷം രൂപയ്ക്കടുത്ത് ശമ്പളമുള്ള ജോലി ലഭിച്ചതിൻ്റെ അഹങ്കാരമൊന്നും ഈ മുഖത്തില്ല. പകരം എല്ലാം ഭാഗ്യമെന്ന് കരുതുന്ന ശുദ്ധ സന്തോഷം മാത്രം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴക്കാരനാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ടിജോ ജോസ്. വാഴക്കുളം നെടുങ്ങാട് വീട്ടിൽ കർഷകനായ ജോസ് ജോസഫിൻ്റെയും അനറ്റിൻ്റെയും മകൻ. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ NIT വിദ്യാർത്ഥി അടുത്ത വർഷം പഠനം പൂർത്തിയാക്കും. തുടർന്ന് അമേരിക്കയിലേക്ക് പറക്കും. ലോകത്തെ മുൻനിര സെർച്ച് എഞ്ചിനായ ഗൂഗിളിലെ ഉയർന്ന ശമ്പളക്കാരൻ്റെ കസേരയിലേക്ക്. ക്യാമ്പസ് സെലക്ഷൻ എങ്ങനെയിരുന്നുവെന്ന് ടിജോ തന്നെ പറയട്ടെ. ഗൂഗിൾ ആദ്യം ക്യാമ്പസിൽ വന്നിട്ട് റിട്ടൺ ടെസ്റ്റ് നടത്തി. അവരുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഓൺസൈറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അവരുടെ ബാംഗ്ലൂർ ഓഫീസിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ നടന്നത്. അവിടെ വെച്ചിട്ട് ശരിക്കും സാധാരണ ഒരു ഗൂഗിൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 7-8 റൗണ്ട് ഉണ്ട്. അത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. 7 റൗണ്ട് ഉണ്ടായിരുന്നു. 7 റൗണ്ട് നടന്നത് 2 ദിവസമായിട്ടാണ്. ആദ്യം അവർ ഒരു പ്രിലിമിനറി എക്സാം നടന്ന ഒരു 1 മന്തിന് ശേഷമാണ് അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂ നടത്തിയത്. അന്ന് ഒരു 5 റൗണ്ടോളം നടന്നു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഷോർട്ട് ലിസ്റ്റായി എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത സെറ്റ് 2 റൗണ്ട് ഇൻ്റർവ്യൂവും കൂടെ നടത്തി. അതും ബാംഗ്ലൂർ വെച്ച് തന്നെയായിരുന്നു. അതിനൊരു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവർ ഗുഡ് ന്യൂസ് പറഞ്ഞത്. ഇതിനുവേണ്ടി എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും ടിജോ ജോസ് വിവരിക്കുന്നു. അതൊരു കടമ്പ തന്നെയാണ്. പക്ഷേ അതിനായിട്ട് നമ്മുടെ പരിശീലനം പ്രയത്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കടന്നു കൂടാൻ പറ്റും. ഏറ്റവും അധികം നമുക്ക് വേണ്ടത് നമ്മുടെ ഹാർഡ് വർക്ക് വേണം. എല്ലാത്തിനും ഉപരി ദൈവാനുഗ്രഹം വേണം. ബേസിക്സ് അറിയാമെങ്കിൽ ഇത് കടന്നുകൂടുക വലിയ പ്രയാസമായിരിക്കില്ല. ഉറക്കമിളച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ലെന്നാണ് ക്രിക്കറ്റ് കളിയും ഹാരി പോട്ടറുടെ കഥകളുമൊക്കെ പ്രേമിക്കുന്ന ഈ കുമാരൻ്റെ ഭാഷ്യം. ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുന്ന ഒരാളല്ല. എനിക്ക് താല്പര്യം തോന്നുന്ന സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. എനിക്കിപ്പോൾ പാതിരാത്രി എനിക്കിപ്പം പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് തോന്നിയാൽ ഇംഗ്ലീഷ് പഠിക്കുക. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് പെട്ടെന്ന് നിർത്തി കണക്ക് പഠിക്കണം എന്ന് തോന്നിയാൽ അത് പഠിക്കുക. എക്സാമിൻ്റെ തലേദിവസം രാത്രി ക്രിക്കറ്റ് കാണണം എന്ന് തോന്നിയാൽ ഞാൻ ക്രിക്കറ്റ് കാണും. അപ്പോൾ നമ്മളെ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ പഠിക്കുക. അത് ഒരു ദിവസം 10 മിനിറ്റേ പഠിച്ചുള്ളെങ്കിൽ 10 മിനിറ്റ് നല്ലപോലെ പഠിക്കുക. ടിജോ ജോസിലൂടെ കോഴിക്കോട് NIT സ്വന്തമാക്കിയത് ചരിത്ര നേട്ടമാണെന്ന് അധ്യാപകൻ ഡോക്ടർ സുരേഷ് ബാബു. ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എത്രയാണ് സാലറി എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേ ഫൈനൽ ഓഫർ വന്നപ്പോഴാണ് സാലറി ഓൾമോസ്റ്റ് ലൈക്ക് 70 lakhs ആണെന്ന് അറിഞ്ഞത്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചോളം ഹയസ്റ്റ് salary received by any student in the past history of 50 years of the institute. സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ക്യാമ്പസ് സെലക്ഷനിലൂടെ ഇത്രയേറെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് NITക്കും മൂവാറ്റുപുഴയിലെ വാഴക്കുളംകാർക്കും പിന്നെ മലയാളികൾക്കും എല്ലാം അഭിമാനിക്കാം. അങ്ങനെ ഗൂഗിളിനും ഒരു മലയാളി ടച്ച്. ക്യാമറാമാൻ T പ്രേംരാജിനൊപ്പം MK വിനോദ്, അമൃത ന്യൂസ്, കോഴിക്കോട്.